CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ഫ്ളാറ്റിൽ നിത്യ സന്ദർശകർ രാഷ്ട്രീയ നേതാക്കൾ എന്ന വെളിപ്പെടുത്തൽ BJP നേതാവ് AN രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും നിത്യ സന്ദർശകർ എന്ന കെയർടേക്കറും വാച്ച്മാനും ന്യൂസ് മലയാളത്തോട് ആൾക്കാർ വരാറുണ്ട്. വലിയ വലിയ വണ്ടികൾക്കൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ഈ വരുന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ആഡംബര വാഹനങ്ങളായിരുന്നു. ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ വരാറുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഒരു BJPയുടെ ഒക്കെ ഒരു നേതാവ് വന്നു പോണ കണ്ടിട്ടുണ്ട്. ആരായിരുന്നു അത്? AN രാധാകൃഷ്ണനോ? അതെ, ആ പുള്ളിയായിരുന്നു. അദ്ദേഹം വരാറുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് വരാറുണ്ടായിരുന്നു. ആരായിരുന്നു അഡ്വക്കേറ്റ് ലാലി വിൻസെന്റോ? സ്ഥിരമായിട്ടല്ല, ഇടയ്ക്കൊക്കെ ആ ഒരു പുള്ളി വാടകയ്ക്ക് എടുത്ത സമയത്തൊക്കെ വാടകയ്ക്ക് എടുത്ത സമയത്ത് വന്നു പോകുന്നുണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ വരാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ അത്രേ ഉള്ളൂ. BJPയുടെ AN രാധാകൃഷ്ണനൊക്കെ വരാറുണ്ടായിരുന്നു. അതെ വരാറുണ്ടായിരുന്നല്ലേ? അവർ വന്ന് കുറേ നേരം അങ്ങനെ ചെലവഴിക്കാറുണ്ടോ? കുറച്ച് സമയം ഫ്ലാറ്റിൽ കയറി കണ്ടിട്ടൊക്കെ പോകും. പോകുമല്ലേ? ഈ ഫയൽ മാറ്റിയെന്ന് പറയുന്നത് ആ ഫയൽ കൊണ്ടുപോയിരുന്നു ഒരുപാട് ഇത് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വയ്യ. അതിനെപ്പറ്റി വണ്ടിയിലെ അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിടിയിലാകുന്നതിന് മുൻപ് അനന്തു കൃഷ്ണൻ ഫയലുകൾ മാറ്റുന്ന CCTV ദൃശ്യങ്ങളും ന്യൂസ് മലയാളത്തിന്. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് എന്നതടക്കം നിരവധി വാഗ്ദാനങ്ങൾ നൽകി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതിയാണിത്. ഇയാൾക്കെതിരെ കേരളം അങ്ങോളം ഇങ്ങോളം പരാതി പ്രവാഹമാണ്. പോലീസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ നേതാക്കൾക്ക് അനന്തുവുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതൊപ്പം നിർണായകമായ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് തന്നെയാണ് സേതു. കൂടുതൽ നേതാക്കൾക്ക് ഈ അനന്തു കൃഷ്ണനുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടെ AN രാധാകൃഷ്ണൻ ആ ഫ്ളാറ്റിൽ വന്നു പോകുന്ന ഒരാളായിരുന്നു. കൂടാതെ കോൺഗ്രസിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ലാലി വിൻസെൻറ്റും അവിടെ വരാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ അനന്തു കൃഷ്ണന് ഒരു കോൺഗ്രസ് ബന്ധമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. AN രാധാകൃഷ്ണനാണ് BJPയിൽ നിന്നും ഈ അനന്തു കൃഷ്ണൻ്റെ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ കോൺഗ്രസിലെ നേതാക്കളും ഇത്തരത്തിൽ തന്നെ അനന്തു കൃഷ്ണന്റെ ഈ തട്ടിപ്പ് സ്കൂട്ടർ വിതരണ പരിപാടികളിൽ പല ഘട്ടങ്ങളിലും ഉദ്ഘാടകരായി എത്തിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പ്രാദേശികമായ കോൺഗ്രസ് ബന്ധം അനന്തു കൃഷ്ണൻ കാര്യമായി തന്നെ പ്രയോജനപ്പെടുത്തിയിരുന്നു. ഇതുവരെ ഒരു രൂപ പോലും CSR ഫണ്ട് കിട്ടിയിട്ടില്ല. ആ CSR ഫണ്ട് കിട്ടാതെ ജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്ത് ആ പണം തട്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു അനന്തു കൃഷ്ണൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കോതമംഗലം, പെരുമ്പാവൂര്, ഒപ്പം തന്നെ വൈപ്പിൻ തുടങ്ങി പറവൂർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കുറെ 1000-ഓളം ആളുകൾ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്തും വന്നിട്ടുണ്ട്. അതായത് കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്നും തട്ടിച്ചിട്ടുള്ള ഒരു പ്രതിയാണ് അനന്തു കൃഷ്ണൻ. ഇയാൾക്കറിയാമായിരുന്നു തൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാൾ താമസിച്ചിരുന്ന അശോക ഫ്ലാറ്റ്, മറൈൻ ഡ്രൈവിലെ അശോക ഫ്ലാറ്റിൽ നിന്നും ഇയാൾ അത് സംബന്ധിച്ച രേഖകളെല്ലാം തന്നെ കടത്തിയിരുന്നു. അറസ്റ്റിലാവുന്ന 3 ദിവസം മുൻപാണ് ഇത് സംബന്ധിച്ചുള്ള രേഖകളൊക്കെ ഇയാൾ കടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇയാളുടെ ഫ്ലാറ്റിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ വരുന്നതും വന്ന് ഫ്ലാറ്റിൽ സമയം ചെലവഴിക്കുന്നതുമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. AN രാധാകൃഷ്ണൻ ഫ്ലാറ്റിൽ നിരവധി തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കെയർടേക്കറും ഒപ്പം തന്നെ അവിടുത്തെ വാച്ച്മാൻ അടക്കമുള്ള ആളുകളും പറയുന്നത്. ലാലി വിൻസെന്റും ഒരു സന്ദർശകയായിരുന്നു. ഇയാളുടെ ഫ്ളാറ്റിലേക്ക് എത്തുന്നതിലേറെയും ആഡംബര കാറുകളിൽ തന്നെ ആളുകൾ വരുന്നത്. ധനികരായിട്ടുള്ള മനുഷ്യരാണ് കൂടുതലും വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റേതെല്ലാം രീതിയിൽ ഇയാൾ ഈ പണം ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും കോടിക്കണക്കിന് രൂപ തട്ടിയ വ്യക്തിയിൽ നിന്നും 1 രൂപ പോലും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പണം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കടത്തിയിരിക്കാം, ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയോ മറ്റാരെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചും പോലീസ് പരിശോധിച്ചു
പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇയാൾ ഫണ്ട് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അനന്തകൃഷ്ണന് സംസ്ഥാനത്തുടനീളം ഈ തട്ടിപ്പ് നടത്താൻ വളരെ സുഖകരമായി കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ക്ഷമിക്കണം, AN രാധാകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾ, ലാലി വിൻസെന്റിനെ പോലെയുള്ള നേതാക്കൾ, ഇവർക്കൊക്കെ ജനം ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ട്. ആ നേതാക്കളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നതായി തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളുടെ ഈ സ്കൂട്ടർ വിതരണ പരിപാടികളിലൊക്കെ AN രാധാകൃഷ്ണൻ പല ഘട്ടങ്ങളിലും ഉദ്ഘാടകനായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രം മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള സ്കൂട്ടർ വിതരണം നടത്തിയിരുന്നതും. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സ്കൂട്ടർ വിതരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സ്കൂട്ടർ വിതരണമല്ല നടക്കുന്നത്, പകരം പണം ആളുകളിൽ നിന്നും വാങ്ങുക എന്നുള്ളൊരു കടമ്പയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഏതായാലും ഈ പണം കാര്യമായി തന്നെ ഇയാൾ സമ്പാദിച്ചിട്ടുണ്ട്, പണം വലിയ രീതിയിൽ തട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു തട്ടിപ്പുകാരന് ഇവിടുത്തെ സംസ്ഥാനത്തെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ തന്നെ ഒത്താശ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇയാളുമായി അടുത്ത ബന്ധം പല ആളുകൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, ഇയാളുടെ ഫ്ളാറ്റുകളിൽ രാഷ്ട്രീയ നേതാക്കൾ എത്തി സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു എന്നാണ് കെയർ ടേക്കറും ഒപ്പം തന്നെ വാച്ച്മാനും അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരിശോധന തന്നെയാണ് പോലീസ് നടത്തുക. കോതമംഗലത്ത് മാത്രം 6 കോടി രൂപയിലധികം വരുന്ന കേസാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മൂവാറ്റുപുഴയിൽ 9 കോടി രൂപ അടുത്ത് ഇയാൾ തട്ടിയിട്ടുണ്ട്. പറവൂരും ഇത്രയും അധികം തുക തന്നെയാണ് ഇയാൾ തട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്താകമാനം വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ പണം എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിനെ കുറിച്ചാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സേതു, ഈ പകുതി തുക അടച്ചാൽ ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും നൽകാമെന്നായിരുന്നു പ്രധാന വാഗ്ദാനം. ഈ വാഗ്ദാനത്തിന്റെ മറവിലാണ് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സഹിനിപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ, BJP, കോൺഗ്രസ് നേതാക്കളൊക്കെ സജീവമായി ചർച്ചയിലേക്ക് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ നോക്കുകയാണെങ്കിലും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ വാട്സാപ്പ് സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. അപ്പോൾ ഈ കോടിക്കണക്കിന് തുക ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം ഇനി നേരെ നേതാക്കളിലേക്കും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂടി എത്തുകയാണോ? സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്തായിരുന്നു പങ്ക് എന്നുള്ളതിനെക്കുറിച്ച് പോലീസിന് പരിശോധിക്കേണ്ടതായി വരും. കാരണം ഇവരുടെ എല്ലാം ചിത്രങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. മാത്രമല്ല ഇയാൾ ഫ്ലാറ്റിലെത്തി നേതാക്കൾ കാണാറുണ്ടായിരുന്നു എന്നുള്ളൊരു തെളിവ് എന്നുള്ളതിനൊരു തെളിവാണ് ഇപ്പോൾ ഈ കെയർ ടേക്കറുടെയും ഒപ്പം തന്നെ വാച്ച്മാൻ്റെയും എല്ലാം തുറന്നു പറച്ചിൽ എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ നേതാക്കൾക്ക് ഇയാളെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുകയില്ല. പകരം ഇയാളുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ലായിരുന്നു എന്നായിരിക്കും പറയേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ തന്നെ ഇയാളെ ഏത് സാഹചര്യത്തിലാണ് ഫ്ളാറ്റിൽ പോയി കണ്ടത് എന്നുള്ളൊരു കാര്യം പോലീസിനെ പരിശോധിക്കേണ്ടതായി വരും. വെറുതെ ഫ്ളാറ്റിൽ വന്ന് കണ്ടതല്ല, മണിക്കൂറുകളോളം ഫ്ളാറ്റിലിരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യമായിരുന്നു സംസാരിച്ചിരുന്നത്? ഈ പണത്തിൻ്റെ തട്ടിപ്പിനെ കുറിച്ച്, CSR ഫണ്ട് വരാത്തതിനെ ഒരു ഘട്ടത്തിൽ പോലും നേതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു കാര്യം പോലീസ് പരിശോധിക്കും, അല്ലെങ്കിൽ ചോദിച്ചറിയാൻ ശ്രമിക്കും. സ്വാഭാവികമായും ഒരു CSR ഫണ്ടിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തുമ്പോൾ ഏതെല്ലാം കമ്പനികളിൽ നിന്നാണ് പണം വന്നിട്ടുള്ളത്, ഏതെല്ലാം കമ്പനികളിൽ നിന്ന് പണം ഇനി വരാനുണ്ട്, എത്ര രൂപ ഈ കമ്പനികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചറിയേണ്ടതായി വരുമല്ലോ നേതാക്കൾ. കാരണം ഇവരൊക്കെ ആയിരുന്നല്ലോ ഉദ്ഘാടകരായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഇവർ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചറിയാൻ ഈ നമ്മൾ ഈ പറയുന്നത് പോലെ 1-2 കോടികളല്ല, 700 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പോലീസിന്റെ തന്നെ പ്രാഥമിക നിഗമനം. വ്യാജ NGOകൾ രൂപീകരിച്ച് നടത്തിയ വൻ തട്ടിപ്പാണ്. ഉൽപ്പന്നത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി തുക ബഹുരാഷ്ട്ര കമ്പനികളുടെ CSR ഫണ്ട് വഴി ലഭ്യമാക്കുമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ വാഗ്ദാനം നടത്തി ആളുകളെ പറ്റിച്ച് 700-ലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അനന്തുവിനെതിരെ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകൾ, ദൃശ്യങ്ങൾ, ഇയാളുമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ബന്ധം തുടങ്ങിയ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.